വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ എന്ന് പറയാം. ഇപ്പം മലബാറുകാരുടെ ഒരു പ്രധാന അവരുടെ ഒരു പലഹാരമാണ് ഉന്നക്ക. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉന്നക്ക തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് മീഡിയം രീതിയിൽ പഴുത്തതാണ്. ഞാനിതൊന്ന് പുഴുങ്ങി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്താണ്. അതിൻ്റെ തൊലി ഒക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ അധികം വെന്ത് പോകരുത്, വെന്ത് പോകാത്ത രീതിയിൽ പുഴുങ്ങിയെടുക്കുക. ഒരു ആവി തിളച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെക്കേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് തൊലി പൊട്ടി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ തൊലി ഒന്ന് മാറ്റി നമുക്ക് നന്നായിട്ട് ഇളം ചൂടോടുകൂടി തന്നെ, കൈമച്ച് പറ്റില്ല, നമുക്കൊരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിതൊന്ന് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചൂടോടുകൂടി എന്തായാലും നമുക്ക് കൈകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് സ്പൂണ്, അതല്ലെങ്കിൽ മറ്റേ മത്ത്, അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് സ്മാഷ് ചെയ്യാൻ, പൊട്ടറ്റോയൊക്കെ സ്മാഷ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുത്തിട്ട് നമുക്കിനി തേങ്ങ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് പഞ്ചസാര ചേർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉടച്ച് വെച്ചിട്ട് അത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചാണ്. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതൊന്ന് തണുക്കട്ടെ. ഇത് മിക്സിയിലിട്ട് നിങ്ങൾ കറക്കി, അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാം എന്നും പറഞ്ഞ് മിക്സിയിൽ ഇട്ട് കറക്കി എടുക്കരുത്. അതൊന്നും അതിനകത്ത് ഉടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് വെള്ളമായിപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒരു കൂട്ട് തയ്യാറാക്കണം. എല്ലാവർക്കും അറിയാം, ഈ ഏത്തപ്പഴത്തിനകത്ത് നമുക്കൊരു തേങ്ങയുടെ കൂട്ട് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഏത്തപ്പഴത്തിൻ്റെ ബോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഉന്നക്ക ഷേപ്പിലെടുത്തിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം അനുസരിച്ച് ചേർക്കുക. മധുരം കൂടുതൽ ആവശ്യമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ ഇതൊന്ന് ചൂടാകണം, തേങ്ങ കൂടി ഒന്ന് ചൂടാവണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി, അതുപോലെ തേങ്ങയാണെങ്കിലും ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ ബോൾസ് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി ഈ ഫില്ലിങ് അതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ ഈ ഫില്ലിങ്ങും വെച്ചിട്ട് ഉന്നക്കായുടെ ഷേപ്പിലൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുമുമ്പ് നമുക്ക് കുറച്ച് കയ്യിൽ ഓയിൽ, നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവുക. നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട്, ഇതിൽ നാര് ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കിനും പിന്നെ അരി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി ഫില്ലിങ് വെക്കേണ്ട വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഫില്ലിങ് ആ തേങ്ങയുടെ കൂട്ട് ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്കിതങ്ങ് മടക്കാം. എല്ലാവർക്കും അറിയാം ഈ ഉന്നക്കായുടെ ഷേപ്പ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു ഷേപ്പിന് ഉരുട്ടിയെടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴത്തിൻ്റെ കൂട്ടിൽ തേങ്ങയുടെ ആ ഒരു കൂട്ട് മിക്സ് വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം.
അപ്പം ഞാൻ ആ പഴത്തിൻ്റെ കൂട്ട് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ 8 ഉന്നക്ക റെഡിയാക്കാനുള്ള കൂട്ടാണ് എനിക്ക് റെഡിയായത്. ഞാൻ 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂക്കുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ണൂരുകാരുടെ അല്ലെങ്കിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്ത വീടുകൾ കാണില്ല. അപ്പോൾ നമ്മളും ഇതിനെക്കുറിച്ച് അങ്ങോട്ട് വടക്കോട്ടും തെക്കോട്ടും മധ്യ തിരുവിതാംകൂർ അങ്ങനെയൊക്കെ ഓരോ ഏരിയയിലും ഓരോ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഡിഷസ് അവരുടേത് മാത്രം എന്ന് പറയാവുന്ന കുറേയധികം ഡിഷസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്ന ഉന്നക്ക പോലെ നമുക്ക് ഓരോ നാടിൻ്റേതും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റോട് കൂടിയുള്ള നല്ല നല്ല ഡിഷസുകൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മലയാളീസ് കിച്ചണിൽ അങ്ങനെ ഒരു ട്രെൻഡ് ആ ഒരു കൾച്ചർ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഫുഡും കൂടി നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഡിഷസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് റെസിപ്പിയായിട്ട് വെജിറ്റേറിയൻ ഡിഷസ് നിങ്ങൾ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കുക്കിംഗ് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷനൊക്കെ നമുക്ക് ഞങ്ങൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒന്നായി വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ ആദ്യം വറുത്ത ആ സമയത്ത് ഏലക്കയുടെ ടേസ്റ്റ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. നമ്മൾ ഈ തേങ്ങ ജസ്റ്റ് ആ മൂപ്പിക്കുന്ന സമയത്ത് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏലക്കയുടെ ടേസ്റ്റ് അത്ര പോരാ, അതുകൊണ്ടാണ് ഞാൻ ഏലക്ക അവോയ്ഡ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഏലക്ക ഇഷ്ടമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉന്നക്ക ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് മുട്ട ചേർക്കേണ്ടിയവർക്ക്, ഇപ്പം നോൺ വെജ് യൂസ് ചെയ്യുന്നവർക്ക് ആ തേങ്ങ വേവിക്കുന്ന സമയത്ത് മുട്ടയും ഈ പറഞ്ഞതുപോലെ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം നമുക്ക് ഉന്നക്ക റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. അപ്പം ഉന്നക്ക ജസ്റ്റ് ആ മുറിച്ചിട്ടുള്ള പോർഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അകത്ത് തേങ്ങയുടെ ആ ഫില്ലിങ്സൊക്കെ ഇപ്പം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് മുറിക്കാനും ആ ചൂടായതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ നാട്ടിലുമുള്ള അവരുടേതായിട്ടുള്ള ഡിഷസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കുക്കിങ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ഓരോ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.